റാന്നിലിതാ രാവിലെ തന്നെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അവിടെ തൊട്ടടുത്തൊരു കട ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നല്ല ഇടിയപ്പം കടലക്കറിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കടലക്കറി നല്ല എരിവായിരുന്നു കേട്ടോ. വായിൽ വെച്ചപ്പോൾ തന്നെ നല്ല എരിവായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അത് കഴിച്ചിട്ട് നേരെ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ നേരെ അവിടുത്തെ ML ഓഫീസിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം പോസ്റ്റായി. അവിടുന്ന് ഉദ്യോഗസ്ഥരെല്ലാം കൂട്ടി തിരിച്ച് നേരെ സൈറ്റിലേക്കാണ് വന്ന വഴി തിരിച്ചു പോകാൻ കേട്ടോ. നേരെ എരുമേലിക്ക് വന്നിട്ട് എരുമേലിയിൽ ഒരു 15 കിലോമീറ്ററിനടുത്തോളം നമുക്ക് ഓടാനുണ്ട്. അങ്ങനെ നേരെ വണ്ടി എടുത്ത് അവരെ ബാക്കിൽ വെച്ച് പിടിക്കുന്നുണ്ട്. സൈറ്റിൽ നിന്ന് പറയുകയാണെങ്കിൽ പക്ക ഒരു ഗ്രാമമാണ് കേട്ടോ. യാതൊരു സൗണ്ടോ ശല്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഗ്രാമമാണ്. അങ്ങനെ അവിടെ എത്തിയതാ അവിടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ തിരിച്ച് നേരെ പാലക്കാടേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മൾ പതിവ് റൂട്ടിൽ നിന്ന് മാറ്റി പിടിച്ചുകൊണ്ട് നേരെ കുട്ടിക്കാനം വാഗമൺ വഴി നേരെ തൊടുപുഴയ്ക്ക് ഇറങ്ങി അവിടുന്ന് നേരെ അങ്കമാലിക്കാട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റൂട്ട് പോകാൻ അടിപൊളി ഫീൽ തന്നെയാണ്. ഫുള്ള് തേയിലത്തോട്ടങ്ങളും അതുപോലെ മലകളും പാറകളൊക്കെയാണ്. അതുപോലെ തന്നെ വാഗമണിൽ എത്തിക്കഴിഞ്ഞാൽ ചെറിയ റോഡാണ്. ഈ റൂട്ടിൽ പോകാൻ ഭയങ്കര ആംബിയൻസും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇറങ്ങി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാഗമണിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന റൂട്ടിലെത്തിയപ്പോൾ റാഷിക്ക് പറഞ്ഞു ഇനി കുറച്ച് നേരം ഞാൻ ഓടിച്ചോളാമെന്നും പറഞ്ഞു. അങ്ങനെ റാഷിക്കാണ്ടോ പിന്നെ അങ്ങോട്ട് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ റൂട്ടിൽ എന്ന് പറയുകയാണെങ്കിൽ യാതൊരു മനുഷ്യനോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു വിജനമായ റോഡായിരുന്നു. കുതിരാനെത്താൻ നേരത്തും ആളായിരുന്നു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ പറഞ്ഞു നീ അങ്ങോട്ട് ഞാൻ ഓടിച്ചോളാം പറഞ്ഞു. ഈ ഒരു കുതിരാനിൽ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ട്. അതൊന്നും വേറെ തന്നെയാണ്. അതിലൂടെ യാത്ര ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ പാലക്കാടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി നേരെ പാലക്കാടാണ് നമ്മുടെ ഡ്യൂട്ടി നാളെ.